പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ചു തുടങ്ങുന്നതും തുടർന്ന് ഈശോയുടെ മാമോദീസ വിവരിക്കുന്നതുമാണ് ഈ ഭാഗങ്ങൾ. സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം: ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. ഈശോ പറഞ്ഞതും ചെയ്തതുമൊക്കെ സുവിശേഷമായതിന് കാരണം, നല്ല വാർത്തയായതിന് കാരണം, സുവിശേഷമായതിന് കാരണം അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്നുള്ളതാണ്. അതാണ് 1-ാമത്തെ വാക്യം പറയുന്നത്. ദൈവപുത്രനായിരുന്ന ഈശോയുടെ സുവിശേഷത്തിന്റെ ആരംഭം. ആയിരുന്നതുകൊണ്ട് ഈശോയ്ക്ക് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ സുവിശേഷമാക്കി മാറ്റാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. മറ്റൊന്നും അവന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മളും മാമോദീസ വഴി ദൈവപുത്രരാണ്, ദൈവത്തിന്റെ മകനും മകളുമായി മാറിയവരാണ്. പക്ഷെ ഈശോയെ പോലെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമുക്കെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന ആത്മശോധന ചെയ്യാൻ ഇന്ന് ഈശോ ആവശ്യപ്പെടുന്നു. നമ്മളിൽ നിന്ന് അരുതാത്തത് സംഭവിക്കുമ്പോൾ, മോശമായത് നമ്മിൽ നിന്ന് പുറത്തു വരുമ്പോൾ, നമ്മൾ നമ്മുടെ ദൈവപുത്ര സ്ഥാനത്തിന് ചേർന്ന രീതിയിലല്ല സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്ന് ഓർക്കുകയും അത് നമുക്ക് തിരുത്താനായി പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിക്കുന്നു. കർത്താവെ, ദൈവപുത്രനായിരുന്ന അങ്ങ് പറഞ്ഞതും ചെയ്തതുമൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ, സുവിശേഷമാക്കി മാറ്റിയതുപോലെ, ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സുവിശേഷമാക്കി മാറ്റാൻ ഞങ്ങളും മാമോദീസ വഴി ദൈവപുത്രരാണെന്നോർത്ത് ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സുവിശേഷമാക്കി മാറ്റാൻ, മറ്റുള്ളവർക്ക് നന്മയാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ മഹത്വമാക്കി മാറ്റാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.